നിലവിൽ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ബ്രോക്കറേജുകളുടെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ ജെഫ്രീസ് നിലവിൽ ഇപ്പോൾ ഒരു ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 1785 രൂപയാണ് നിലവിലെ ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ മേഖലയിലുള്ള ഒരു ഗ്രോത്ത്, ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് അവരിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഓഹരി നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിലും വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നിലനിൽക്കുന്നു എന്നൊരു കാര്യമുണ്ട്. JP മോർഗനിലേക്ക് കടക്കുകയാണെങ്കിലും ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് നൽകിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ റിഫൈനിങ് ബിസിനസ് പരിശോധിക്കുകയാണെങ്കിലും പെട്രോൾ കെമിക്കൽ ബിസിനസ് പരിശോധിക്കുകയാണെങ്കിലും ഇവയായിരുന്നു റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്ക്നെസ് ആയിട്ട് ഇതുവരെ നിലനിന്നിരുന്നത്. നിലവിൽ ഇപ്പോഴും ആ ഒരു വീക്ക്നെസ്സിനെ മറികടക്കാൻ വേണ്ടിയിട്ട് റിലയൻസിന് സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ മാർജിൻ പരിശോധിക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഉണ്ടാകുന്നു, റീറ്റെയിൽ ബിസിനസ്സിൽ റിക്കവറി കാഴ്ചവെക്കുന്നു. കൂടാതെ ടെലികോം ബിസിനസ് പരിശോധിക്കുകയാണെങ്കിലും ന്യൂ എനർജി ബിസിനസ് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ കൂടുതൽ ഗ്രോത്തിനുള്ള അവസരങ്ങൾ നിലവിലിപ്പോൾ ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നു. ഇതൊക്കെ തന്നെ നിലവിലിപ്പോൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ ഒരു ഏർണിങ്സിലൊക്കെ തന്നെ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാകും. ഇത് തീർച്ചയായിട്ടും ഓഹരിയിൽ ഒരു റീ റേറ്റിങ്ങിന് കാരണമാകും എന്നൊരു കാര്യം കൂടിയാണ് JP മോർഗൻ നിലവിലിപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്.